ചെമ്പനീർപ്പൂവ് സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു വലിയ ഓർഡർ കിട്ടിയതോടുകൂടി തന്നെ രേവതിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും ആഹ്ലാദം കൊണ്ടും തിളങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓർഡർ അവളെ തേടി വരുന്നത്. 8 ലക്ഷം രൂപയുടെ ഡെക്കറേഷൻ വർക്ക്, ഒരു വലിയ കല്യാണപ്പന്തൽ അലങ്കരിക്കാനുള്ള അവസരം. കടയിലെ ഓരോ പൂവിനെയും തലോടുമ്പോൾ അവളുടെ ഉള്ളിൽ 1000 വർണ്ണങ്ങളിങ്ങനെ വിരിയുന്നത് പോലെ തന്നെ തോന്നി. എത്രയോ നാളത്തെ കഷ്ടപ്പാടുകൾക്കും കണ്ണീരുകൾക്കും ശേഷം ദൈവം തനിക്കായി തുറന്നു തന്നിരിക്കുന്ന വലിയൊരു വാതിലാണെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മനസ്സിലെ കണക്കുകൂട്ടലുകൾ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥം ഒരു ചോദ്യചിഹ്നമായി തന്നെ അവൾക്ക് മുന്നിൽ ഉയർന്നത്. 8 ലക്ഷം രൂപയുടെ വർക്ക് കിട്ടണമെങ്കിൽ വെറും കൈയോടെ ചെന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. പൂക്കൾ ഓർഡർ ചെയ്യാനും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ കയ്യിൽ അത്യാവശ്യം തന്നെ നല്ലൊരു തുക വേണ്ടി വരും. പൂവ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. 5 ലക്ഷം രൂപ. ആ സംഖ്യ ഓർത്തപ്പോൾ തന്നെ രേവതിയുടെ നെഞ്ചിരിപ്പ് കൂടി. അവൾ തൻ്റെ പഴയ ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന ആ ഒരു പാസ്ബുക്കും കണക്ക് പുസ്തകങ്ങളും എല്ലാം എടുത്തു നോക്കി. എത്രയൊക്കെ കൂട്ടിക്കഴിച്ചിട്ടും അവളുടെ സമ്പാദ്യം 2 ലക്ഷം രൂപയിൽ അങ്ങ് ഒതുങ്ങി നിൽക്കാണ്. ഇനി എവിടെ നിന്നും കിട്ടും 3 ലക്ഷം രൂപ? ടെൻഷൻ കാരണം അവളുടെ നെറ്റിയിൽ ഇങ്ങനെ വിയർക്കാൻ തുടങ്ങി. ഇതേ സമയം രേവതിയുടെ ഈ ഒരു ഉയർച്ച കണ്ട് സഹിക്കാൻ കഴിയാത്ത ഒരാളുണ്ടായിരുന്നു അവിടെ, ഹേമ. നാട്ടിലെ വലിയ ഡെക്കറേഷൻ വർക്കുകളൊക്കെ തനിക്ക് മാത്രമേ കിട്ടാവൂ എന്ന് വാശി പിടിച്ച് നിൽക്കുന്നതാണ് ഹേമ. രേവതിക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഹേമയുടെ ഉള്ളിൽ അസൂയയുടെ തീ ആളിക്കത്തി. അവൾ എങ്ങനെയെങ്കിലും തകർക്കണം. ഈ ഓർഡർ അവൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യണമെന്ന് തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അതിനായി ഹേമ കണ്ടുപിടിച്ചത് രേവതിയുടെ ഏറ്റവും വലിയ ശത്രുവായ ചന്ദ്രമതിയെയാണ്. രേവതി സ്വന്തം കാലിൽ നിൽക്കുന്നതും ബിസിനസ് ചെയ്യുന്നതും പണമുണ്ടാക്കുന്നതൊന്നും ചന്ദ്രമതിക്ക് പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഹേമയും ചന്ദ്രമതിയും ചേർന്ന് രേവതിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കെണിയൊരുക്കുന്നുണ്ടായിരുന്നു. ഹേമ ചന്ദ്രമതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു വക്രച്ചിരി ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ തടയണം ചന്ദ്രേ. അവൾ ഈ ഓർഡർ ചെയ്താൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. സങ്കടവും ടെൻഷനും സഹിക്കാൻ വയ്യാതെ രേവതി സച്ചിയെ വിളിച്ചു. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. സച്ചിയേട്ടാ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. 5 ലക്ഷം രൂപ അഡ്വാൻസ് വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി 3 ലക്ഷം രൂപ പെട്ടെന്ന് ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. സച്ചിയുടെ മുഖത്തും നിസ്സഹായത നേളിച്ചു. രേവതി, നീ വിഷമിക്കാതിരിക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ നയാ പൈസയില്ല. കുറേ കടങ്ങളും ഒരു ഡ്യൂവും ഒക്കെ അടച്ചു തീർക്കാനുണ്ട്. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. സച്ചി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സച്ചി നേരെ ചെന്നത് അച്ഛൻ രവീന്ദ്രനോട് ചെന്ന് കാര്യം പറഞ്ഞു. മരുമകളുടെ വളർച്ചയിൽ എപ്പോഴും സന്തോഷിക്കുന്ന ആളാണ് രവീന്ദ്രൻ. അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, എടാ മോനെ, ഇത്രയും വലിയൊരു അവസരം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കിട്ടുമ്പോൾ അതിന് പണം കാരണം അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ എടുത്തു കൊടുക്കാൻ പണമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ ഈ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഒരു ലോൺ അങ്ങ് എടുക്കാം. അതാവുമ്പോൾ പെട്ടെന്ന് പൈസ കിട്ടുമല്ലോ. ഇത് കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന ചന്ദ്രമതിക്ക് കലി പൊട്ടി. അവരുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ഓഹോ, അപ്പോൾ അതാണ് പരിപാടിയല്ലേ? എൻ്റെ ഔദാര്യത്തിൽ കഴിയുന്ന ഈ വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ ആധാരം പണയം വെച്ച് ഇവൾക്ക് ബിസിനസ് തുടങ്ങാൻ ഞാൻ പണം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കൊക്കെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല. വല്ല 10,000-ൻ്റെയോ 20,000-ൻ്റെയോ ഓർഡർ വന്നാൽ അത് ചെയ്ത് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളാം. അല്ലാതെ 8 ലക്ഷത്തിൻ്റെ വർക്കൊക്കെ എടുത്തു വെച്ചാൽ ഇതുപോലെ എങ്ങനെ ഇരിക്കും? എൻ്റെ ഒരാധാരവും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവില്ല. എനിക്കതൊന്നും കേൾക്കേ വേണ്ട. ചന്ദ്രമതി അങ്ങ് ആർത്ത് വിളിച്ചു. ചന്ദ്രമതിയുടെ വാക്കുകൾ രേവതിയുടെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെയാണ് പതിച്ചത്. അപമാനം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അതിലേറെ വാശി അവളുടെ ഉള്ളിൽ നിറയുന്നുണ്ടായിരുന്നു. അവൾ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു ചില്ലി കാശ് പോലും വേണ്ട. അമ്മയുടെ ആധാരവും വേണ്ട. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അമ്മ കരുതിയിരിക്കുന്നത്. എന്നാൽ ഞാൻ അമ്മക്ക് കാണിച്ചു തരാം. ഈ ഓർഡർ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കും. ഒറ്റയ്ക്ക് ഞാൻ പണം കണ്ടെത്തി ഭംഗിയായി തന്നെ തീർത്തു കൊടുക്കും. ഇത് ഈ രേവതിയുടെ വാക്കാണ്. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി. സച്ചിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. രേവതി, നമുക്ക് വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചൊന്ന് നോക്കിയാലോ? അച്ഛമ്മയോട് ചോദിച്ചു നോക്കിയാലോ? അച്ഛമ്മയുടെ കയ്യിൽ ചിലപ്പോൾ പണമുണ്ടാവുമെന്ന് സച്ചി പറഞ്ഞു. വേണ്ട സച്ചിയേട്ടാ, രേവതി കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ അച്ഛമ്മയോട് പണം വാങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ അത് മതിയാവും പ്രശ്നമുണ്ടാക്കാൻ. ഞാൻ അമ്മയോട് ഇങ്ങനെ വാശിക്ക് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അച്ഛമ്മ ഇതിലേക്ക് വലിച്ചെടുക്കുന്നതൊന്നും ശരിയല്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറയാണ് രേവതി. പിന്നീടുള്ള 2 ദിവസം രേവതി പണത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടമായിരുന്നു. തനിക്കറിയാവുന്ന കുറച്ച് പണമുള്ള എല്ലാ ആളുകളെയും അവൾ പോയി കണ്ടു. പക്ഷേ എല്ലാവർക്കും ഓരോരോ ന്യായങ്ങളായിരുന്നു. എത്രയും വലിയൊരു തുക ചോദിക്കുമ്പോൾ ആരും തന്നെ പെട്ടെന്ന് എടുത്തൊന്നു തരില്ലല്ലോ. ചിലർ മുഖത്ത് നോക്കി തന്നെ ഇല്ലാന്ന് പറയും. മറ്റു ചിലർ ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞ് മാറി നിന്നു. രേവതിയുടെ പ്രതീക്ഷകൾ ഒന്നൊന്നായി അണഞ്ഞുകൊണ്ടിരുന്നു. രേവതി പണത്തിനായി അലയുന്നത് കണ്ട് ചന്ദ്രമതിക്ക് വല്ലാത്ത സന്തോഷം തോന്നാണ്. അവർ നേരെ ഫോണെടുത്ത് ഹേമയെ വിളിച്ചു. ഹലോ ഹേമേ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ആ രേവതിക്ക് ഓർഡർ കിട്ടിയെന്ന് വെച്ചിട്ട് നീ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ആ വർക്ക് മിക്കവാറും നിനക്ക് തന്നെ കിട്ടും. അവൾക്ക് അത് ചെയ്തു തീർക്കാനൊന്നും പോകുന്നില്ല.
മറുതലക്കൽ ഹേമക്ക് സന്തോഷം മടക്കാനായില്ല. അതെന്നാ ചന്ദ്രയെ അങ്ങനെ പറയുന്നത്? അവൾക്കിനി വേറെ വഴിക്ക് പൈസ കിട്ടിയാലോ? എന്ത് പൈസ കിട്ടാനാ? അവൾക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അവൾ തെണ്ടി നടക്കുവാണ്. ഇന്നലെ സച്ചി അവളുടെ കൂടെ വന്ന് ഈ വീടിൻ്റെ ആധാരം ചോദിച്ച് പണയം വെക്കാൻ ഞാൻ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കൊടുക്കില്ല എന്ന്. ഇനിയിപ്പോൾ അവൾക്ക് വേറൊരു വഴിയില്ല ഹേമേ. എൻ്റെ അമ്മയുടെ സ്ഥലം വിറ്റ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും. പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ ആ സ്ഥലം വിൽക്കലൊന്നും നടക്കില്ല. അമ്മായിയമ്മ അത് കൊടുക്കും, പക്ഷേ അവരത് ചോദിക്കില്ല. അതുകൊണ്ട് ഈ ഓർഡർ എന്തോരം അവൾക്ക് കിട്ടില്ല, അത് ഉറപ്പാ. ചന്ദ്രമതി വായ പൊത്തി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഹാവു, ഇപ്പോഴാ ചന്ദ്രേ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. നിങ്ങൾ ആധാരം കൊടുക്കാതിരുന്നത് വലിയൊരു ഉപകാരമായി. അവൾ ഈ ഫീൽഡിൽ വളരെ ഞാൻ സമ്മതിക്കില്ല. ഈ ഓർഡർ അവൾ ചെയ്തു തീർത്തില്ലെങ്കിൽ പിന്നെ ആരും അവൾക്ക് ഈ പണി കൊടുക്കത്തുമില്ല. അങ്ങനെ വരുന്ന ഓർഡർ മുഴുവൻ എനിക്ക് തന്നെ കിട്ടിക്കോളും. ഒടുവിൽ അവൾ അമ്മയുടെ കൂടെ അമ്പലത്തിൻ്റെ മുന്നിൽ പൂമാല കെട്ടി വിൽക്കാൻ തന്നെ ഇരിക്കുന്ന ആ ഒരു കാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹേമയുടെ വാക്കുകളിൽ അഹങ്കാരം നിറഞ്ഞു നിന്നു. അവളുടെ കണ്ണിൽ വിജയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. അവളൊന്ന് തോറ്റു കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹേമ ഞാനും കാത്തിരിക്കുന്നത് എന്ന് ചന്ദ്രമതിയും അത് ശരിവെച്ചു. അങ്ങനെ തൻ്റെ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടപ്പോൾ രേവതിക്ക് വല്ലാത്ത തളർച്ച തോന്നി. അവൾ നേരെ സ്വന്തം വീട്ടിലേക്ക് ചെന്നുകയാണ്. അമ്മ ലക്ഷ്മിയമ്മയെ കണ്ടപ്പോൾ അവളുടെ നിയന്ത്രണം വിട്ടു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ അമ്മയോട് പറഞ്ഞു. 8 ലക്ഷത്തിൻ്റെ ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മക്ക് ഒത്തിരി സന്തോഷമായെങ്കിലും 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പാവം അമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. മോളെ, അത്രയും പൈസയൊക്കെ അത് ആര് തന്ന് സഹായിക്കാനാ? ഇനിയിപ്പോൾ എന്തു ചെയ്യും? ലക്ഷ്മിയമ്മ സങ്കടത്തോട് ചോദിച്ചു. എനിക്കറിയില്ലമ്മേ, എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ പൈസ കൊടുത്തേ മതിയാവും. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ആ ഹേമയും ചന്ദ്രമതിയും ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട മോളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ലക്ഷ്മിയമ്മ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ സമാധാനിപ്പിച്ചു. ആ സമയത്താണ് ദേവു അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയുടെ മുഖത്ത് കണ്ണുനീരും വാടിയ കോലവും കണ്ടപ്പോൾ തന്നെ ദേവുവിന് സഹിക്കാൻ പറ്റിയില്ല. എന്ത് പറ്റി ചേച്ചി? ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തിനെങ്ങനെ കരയുന്നത്? അവൾ ഓടി വന്ന് രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. രേവതി എല്ലാം ദേവുവിനോട് തുറന്നു പറഞ്ഞു. ഹേമ അപമാനിച്ചതും പണത്തിന് വേണ്ടി അലഞ്ഞതും ആരും തന്നെ സഹായിക്കാത്തതുമെല്ലാം കേട്ടപ്പോൾ ദേവുവിൻ്റെ കണ്ണു നിറഞ്ഞു. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. എൻ്റെ ചേച്ചിയെ ആരും അങ്ങനെ എളുപ്പത്തിൽ തോൽപ്പിക്കാനൊന്നും പോകുന്നില്ല. ചേച്ചി ഓർഡർ എടുക്കണം, ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുകയും ചെയ്യണം. ദേവു ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. അതിന് പൈസ വേണ്ടേ ദേവു? എവിടുന്നാ പൈസ? രേവതി നിസ്സഹായതയോടെ ചോദിച്ചു. ചേച്ചി വിഷമിക്കാതെ, എൻ്റെ കല്യാണത്തിന് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വരുക്കൂട്ടി വെച്ച കുറച്ച് പൈസയുണ്ട്. 1 ലക്ഷം രൂപ കാണും. അത് ഞാൻ ചേച്ചിക്ക് എടുത്തു തരാമെന്ന് ദേവു സ്നേഹത്തോടെ പറഞ്ഞു. രേവതി അങ്ങ് ഞെട്ടിപ്പോയി. അയ്യോ മോളെ, അതൊന്നും വേണ്ട മോളെ, നിന്റെ കല്യാണത്തിന് വേണ്ടി എത്രയോ കാലമായി മാറ്റിവെച്ചിരിക്കുന്ന പൈസയിലേത്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ നീ ഇത്രയും വലിയൊരു പക്വത കാണിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷേ നിന്റെ ആ പൈസ അതെനിക്ക് വേണ്ട മോളെ. ഓർഡർ പോവുകയാണെങ്കിൽ പോട്ടെ. അങ്ങനെ പറയാനൊന്നും പാടില്ല ചേച്ചി. എൻ്റെ ചേച്ചി അങ്ങ് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പൈസ കിട്ടുമല്ലോ, അപ്പോൾ എനിക്കത് തിരിച്ചു തന്നാൽ മതിയല്ലോ. ഞാൻ പോയി പൈസ എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. ദേവിൻ്റെ വാശിക്ക് മുന്നിൽ രേവതിക്ക് സമ്മതിക്കേണ്ടി വന്നു. ദേവു പണം കൊണ്ടുവന്ന് രേവതിയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. സന്തോഷം കൊണ്ട് രേവതി അവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 ലക്ഷവും നിൻ്റെ കയ്യിലുള്ള 1 ലക്ഷവും കൂടിയിട്ട് ഇപ്പോൾ 3 ലക്ഷം രൂപയായും ദേവു. പക്ഷേ ഇനിയും 2 ലക്ഷം രൂപ കൂടി വേണമല്ലോ. അത് ഞാൻ റെഡിയാക്കി തരാം ചേച്ചി ധൈര്യമായിട്ടിരിക്ക്. ഞാൻ എൻ്റെ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ദേവു രേവതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങാണ്. ദേവു നേരെ പോയത് അരുണിനെ കാണാനാണ്. അരുൺ ദേവുവിൻ്റെ കാമുകനും പ്രതിശ്രുത വരനുമാണല്ലോ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ദേവു പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അരുൺ അല്പം ടെൻഷനോടെയാണ് വന്നത്. എന്താ ദേവു പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്ത് പറ്റിയെന്ന് അരുൺ ആകാംക്ഷയോട് ചോദിച്ചു. അരുണേട്ടാ, എൻ്റെ ചേച്ചിക്ക് വലിയൊരു പൂവിൻ്റെ ഓർഡർ കിട്ടിയിരിക്കുക. 8 ലക്ഷം രൂപയുടെ വർക്കാണ്. പക്ഷേ അഡ്വാൻസ് 5 ലക്ഷം രൂപ കൊടുക്കണം. ചേച്ചിയുടെ കയ്യിൽ ഇപ്പോൾ 2 ലക്ഷം രൂപയുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപയും കൊടുത്തു. ഇനിയും 2 ലക്ഷം രൂപയുടെ കുറവുണ്ട്. അരുണേട്ടന് പരിചയമുള്ള ആരെങ്കിലും പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദേവു വളരെയധികം പ്രതീക്ഷയോടുകൂടെ ചോദിച്ചു. അരുൺ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. ദേവു, ഞാനൊരു പോലീസുകാരനല്ലേ. എനിക്ക് പലിശക്കാരായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ ആരുടെ കയ്യിൽ നിന്നും പലിശക്ക് പണം വാങ്ങിക്കാറുമില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ആരെയും പരിചയമില്ല. അത് കേട്ടപ്പോൾ ദേവുവിൻ്റെ മുഖം മാടി. ചേച്ചിക്ക് പൈസ അത്യാവശ്യമായിരുന്നു അരുണേട്ടാ. ചേച്ചിയെ തകർക്കാൻ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവർക്ക് മുൻപിൽ ചേച്ചിക്ക് ജയിച്ച് കാണിക്കണമായിരുന്നു. സാരമില്ല, അരുണേട്ട അറിയില്ലെങ്കിൽ ഞാൻ വേറെ വല്ല വഴിക്കും നോക്കാമെന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞ് തിരിഞ്ഞു നടക്കാനൊരുങ്ങി. നിക്ക് ദേവു, അരുൺ അവളുടെ കൈ പിടിച്ചു. എൻ്റെ ഭാര്യയാൻ പോകുന്നവൾ വേറൊരുത്തൻ്റെ മുന്നിൽ കൈ നീട്ടുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല.
നീ ഇങ്ങനെ പലിശക്കാരൻ അന്വേഷിച്ച് പോകുമെന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയല്ലേ നിനക്ക് വേണ്ടത്? അത് ഞാൻ തരാം. ദേവു ഞെട്ടലോടുകൂടെ അരുണിനെ നോക്കി. അയ്യോ വേണ്ട അരുണേട്ടാ, അരുണേട്ടൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാൻ എനിക്ക് വല്ലാത്ത മടിയാണ്. അങ്ങനെ സഹായിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ചോദിക്കില്ലായിരുന്നു. നീ എന്താ ദേവു ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? നിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടി ചേച്ചിയല്ലേ? നാളെ നമ്മളൊരു കുടുംബമാവാൻ പോകുന്നവരല്ലേ? സ്വന്തം ചേച്ചിക്ക് വരുന്ന ഒരു ആവശ്യത്തിന് ഞാൻ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് മനുഷ്യനാ? ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു തരുമല്ലോ, അപ്പോൾ മതി. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ ബാങ്കിൽ പോയിട്ട് പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അരുൺ സ്നേഹത്തോടു കൂടെ അവളെ അങ്ങ് ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ ദേവുവിൻ്റെ കണ്ണുകളങ്ങ് നിറഞ്ഞൊഴുകി. തന്നെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന, തൻ്റെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്ന അരുണിനെ കിട്ടിയത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ അവൾക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അരുൺ ആ പണവുമായി വന്നു. ദേവു ആ പണം വാങ്ങിച്ച് അരുണിനോട് നന്ദി പറഞ്ഞു നേരെ രേവതിയെ വിളിച്ചു. ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങോട്ടേക്ക് വാ, അത്യാവശ്യമാണ്. രേവതി അവിടേക്ക് എത്തുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്ത നിരാശയുണ്ടായിരുന്നു. എന്താ മോളെ, നീ എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എൻ്റെ ആ ഓർഡർ നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ. ഈ പൈസ നീ തന്നെ വെച്ചോ. അവൾ ദേവു തന്ന പണം ഇങ്ങനെ തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പെട്ടെന്ന് തന്നെ ദേവു തൻ്റെ ബാഗിൽ നിന്നും 2 ലക്ഷം രൂപ എടുത്ത് രേവതിയുടെ നേരെ അങ്ങ് നീട്ടി. ഇതെന്താ ദേവു? രേവതി അമ്പരപ്പോട് ചോദിച്ചു. ഇത് ബാലൻസ് കാശാണ് ചേച്ചി. ചേച്ചിക്കിപ്പോൾ 5 ലക്ഷം രൂപ തികഞ്ഞില്ലേ? ഇനിയിപ്പോൾ ചേച്ചി പോയിട്ട് ആ ഓർഡർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യേ, ദേവു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി മോളെ? നിന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ നീ എനിക്ക് തന്നതല്ലേ? രേവതി സംശയത്തോട് ചോദിച്ചു. അതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച് വാങ്ങിയതാ ചേച്ചി. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു ഫ്രണ്ടാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേച്ചി ആദ്യം പോയിട്ട് ഈ പൈസ വാങ്ങിയിട്ട് ഓർഡർ അങ്ങ് ഉറപ്പാക്ക്, ദേവു നിർബന്ധിച്ചു. രേവതിയുടെ കണ്ണ് നിറഞ്ഞു. വേണ്ട ദേവു, എനിക്ക് വേണ്ട. നീ എന്തിനാ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് എന്തിനാ മറ്റുള്ളവരോട് ഇങ്ങനെ കടം വാങ്ങിക്കുന്നത്? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചേച്ചി ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടതാ. സ്വന്തം പഠിത്തം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ചേച്ചിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനൊരു അനിയത്തിയാണോ ചേച്ചി? ചേച്ചി പൈസ വാങ്ങിക്കണം, ഇതെൻ്റെ ഒരു വാശിയാണ്. രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പണം അതിലങ്ങ് വെച്ചു കൊടുത്തു. രേവതി ദേവുവിനെ ഇറക്കങ്ങ് പുണർന്നു. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് എന്ത് ആപത്ത് വന്നാലും എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി നിന്നെ പോലുള്ളവളുള്ളപ്പോൾ ഞാൻ ആരെയാ പേടിക്കേണ്ടത്? ഈ ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും ദേവു. ആ ഹേമയുടെ മുന്നിൽ എനിക്കിനി തലയുയർത്തി തന്നെ നടക്കണം. അതേ ചേച്ചി ഒരുപാടധികം ഉയരങ്ങളിലെത്തണം. എനിക്കത് കണ്ടാൽ മതി. ദേവുവിൻ്റെ വാക്കുകൾ രേവതിക്ക് പുതിയൊരു ഊർജ്ജം നൽകി. അങ്ങനെ പണവുമായി രേവതി നേരെ ചന്ദ്രോദയത്തിലേക്ക് ഓടിച്ചെന്നു. സച്ചി അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. സച്ചിയേട്ടാ, ദാ പൈസ കിട്ടി, രേവതി സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് പണം കാണിച്ചു. സച്ചി അത്ഭുതത്തോട് ചോദിച്ചു, ഇത്രയും വലിയ തുക നീ എങ്ങനെയാണ് ഒപ്പിച്ചത് രേവതി? എൻ്റെ ദേവൂട്ടിയാ സച്ചിയേട്ടനാ. എൻ്റെ ദേവൂട്ടിയാ എനിക്ക് എന്നെ സഹായിച്ചത്. അവളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസയും പിന്നെ അവളുടെ ഒരു കൂട്ടുകാരിയിൽ നിന്നും പണം വാങ്ങിച്ച പൈസയും എല്ലാം എനിക്ക് തന്നു. രേവതി എല്ലാം വിശദീകരിച്ചു. സച്ചിക്കും വല്ലാത്ത സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും ആത്മവിശ്വാസത്തോടു കൂടെ പരസ്പരം നോക്കി. നമ്മൾ ഈ വർക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യും രേവതി. എത്രയും വേഗം തന്നെ നമ്മൾ ആ പൈസ ദേവുവിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും, സച്ചി ഉറപ്പോടുകൂടെ പറഞ്ഞു. 5 ലക്ഷം രൂപ ബാഗിലാക്കി രേവതി വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ എങ്ങോട്ടേക്കായി തിടുക്കത്തിലെന്ന്? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ആ ഓർഡറിൻ്റെ കാര്യം, അതിനുള്ള അഡ്വാൻസ് റെഡിയായി, ഞാനത് കൊടുക്കാൻ വേണ്ടി പോവാണ്, രേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് അകത്ത് നിന്നും വന്ന ചന്ദ്രമതി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോവാണ്. അവരുടെ വാ അങ്ങ് പൊളിഞ്ഞുപോയി. 5 ലക്ഷം രൂപയോ? ഇവൾക്കത് എവിടെ നിന്നും കിട്ടി ഇത്രയും പൈസ? ഇതിവൾ കക്കാൻ പോയതാണോ? ചന്ദ്രമതി മനസ്സിലിങ്ങനെ ചിന്തിച്ചു. നിന്റെ നല്ല മനസ്സിൽ എപ്പോഴും നല്ലതേ വരൂ മോളെ, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് രവീന്ദ്രൻ അവളെ അനുഗ്രഹിച്ച് യാത്രയാക്കി. രേവതി പടിയിറങ്ങിയപ്പോൾ ചന്ദ്രമതി ഓടിപ്പോയി ഫോൺ എടുത്ത് വേഗം ഹേമയെ വിളിച്ചു. ഹേമ അവിടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുമായിരുന്നു. രേവതി തോറ്റുവെന്ന അഹങ്കാരത്തിൽ ഇനിയുടെ ഓർഡർ എല്ലാം തന്നെ തനിക്ക് കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ ഹേമ. അപ്പോഴാണ് ചന്ദ്രമതിയുടെ കോള് വരുന്നത്. ഹലോ ചന്ദ്രേ, എന്താ വിശേഷം? അവൾ കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടിട്ടാണോ നീ വിളിക്കുന്നത്? ഹേമ പരിഹാസത്തോടു കൂടെ തന്നെ ചോദിച്ചു. എന്ത് കരയാനാ ഹേമേ, പണി പാളി. രേവതി ആ പൈസ എവിടെ നിന്നോ കിട്ടി. അവളിപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ച് ഇവിടെ നിന്ന് പോയിരിക്കുവാണ്, ചന്ദ്രമതി കിതച്ചുകൊണ്ട് പറഞ്ഞു. ഹേമക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. എന്ത് പൈസ കിട്ടിയെന്നോ? എവിടുന്ന്? നിങ്ങളല്ലേ പറഞ്ഞത് അവൾക്കാരും പൈസയൊന്നും കൊടുക്കില്ല എന്ന്? ഹേമ ദേഷ്യത്തോടു കൂടി അലറി. എനിക്കെങ്ങനെ അറിയാനാ? അവൾ എവിടെ നിന്നോ ഒപ്പിച്ചു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യ ഹേമയെന്ന് ചന്ദ്രമതി പറയാണ്. അവൾ അത്ര പെട്ടെന്നൊന്നും ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യില്ല ചന്ദ്രേ. ഞാൻ അവളെ തടയും, ഞാൻ നോക്കിക്കോളാം. ഹേമ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവളുടെ മുഖത്ത് ഒരു വില്ലത്തിയുടെ ക്രൂരമായ ചിരി വിടർന്നു. അവൾ തൻ്റെ വിശ്വസ്തരായ 2 ഗുണ്ടകളെ വിളിച്ചു. ആ രേവതി 5 ലക്ഷം രൂപയുമായി ഒരു ഓട്ടോയിൽ പോയിട്ടുണ്ട്. നിങ്ങൾ അവളെ ഫോളോ ചെയ്യണം. ആരുമില്ലാത്തൊരിടത്ത് വെച്ച് അവളുടെ കയ്യിൽ നിന്നും ആ പണം അടങ്ങിയിരിക്കുന്ന ബാഗ് അങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് വരണം. എന്ത് സംഭവിച്ചാലും അവൾ ആ പണം ഒരിക്കലും
സപ്ലയർക്ക് കൊടുക്കാൻ പാടില്ല. ഹേമ കർക്കശമായി തന്നെ നിർദ്ദേശം നൽകി. ഗുണ്ടകൾ തലകുലുക്കി ബൈക്കിൽ തന്നെ പുറപ്പെട്ടു. രേവതി അന്നേരം സഞ്ചരിച്ച ഓട്ടോക്ക് പിന്നാലെ ഹേമയുടെ ഗുണ്ടകളും ബൈക്കിൽ തന്നെ ഉണ്ടായിരുന്നു. രേവതി പണമുള്ള ബാഗ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ മനസ്സിൽ നിറയെ ആ ഒരു കല്യാണ പന്തലിന്റെ ഭംഗി മാത്രമായിരുന്നു. ഏത് നിറത്തിലുള്ള പൂക്കളാണ് വേണ്ടത്, എവിടെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമെല്ലാം അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഓട്ടോ വലിയൊരു ശബ്ദത്തോടു കൂടി അങ്ങ് നിന്നത്. എന്തു പറ്റി ചേട്ടാ? രേവതി ചോദിച്ചു. ഓട്ടോക്കാരൻ പുറത്തിറങ്ങി നോക്കിയിട്ട് പറഞ്ഞു, മോളെ ടയർ പഞ്ചറായെന്നാ. കാറ്റ് മൊത്തം പോയി. ഇനി ഇത് ഓടിക്കാനൊന്നും പറ്റില്ല. ഞാൻ വേറെ വണ്ടി വിളിച്ചു തരാം. അയ്യോ സാരമില്ല ചേട്ടാ, ഞാൻ എവിടെ നിന്ന് നടന്നോളാം. വലിയ ദൂരമൊന്നുമില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഓട്ടോക്കാരന് കാശും കൊടുത്ത് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവളുടെ ഒരു കൈക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് അവൾ ആ ബാഗും പിടിച്ച് തന്നെ നടക്കുന്നത്. എന്നാൽ ഹേമയുടെ ഗുണ്ടകൾക്ക് ഇതൊരു സുവർണാവസരമായി മാറി. തിരക്കുള്ള റോഡിലൂടെ രേവതി നടന്നു പോകുമ്പോൾ അവർ കുറച്ച് പിന്നിലായി അവളെ തന്നെ പിന്തുടർന്നു. ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവൾ എത്താൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ എവിടെയും ഒരു തെളിവും അവശേഷിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നടന്ന് അവൾ കുറച്ചുകൂടി വിജനമായൊരു റോഡിലേക്ക് എത്തി. ഇരുവശത്തും വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ശാന്തമായൊരു വഴി. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്നും ഒരു ബൈക്ക് വലിയ ശബ്ദത്തോടുകൂടി കുതിച്ചു വന്നു. രേവതി ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുൻപേ തന്നെ ബൈക്കിലിരുന്നവൻ അവളുടെ കയ്യിലെ ആ ഒരു ബാഗ് അങ്ങ് കടന്നു പിടിച്ചു. അയ്യോ വിട് വിട്, എൻ്റെ ബാഗ് വിട്, വിടാനല്ലേ പറഞ്ഞത്. രേവതി സർവ്വശക്തിയും എടുത്ത് ബാഗ് അങ്ങനെ മുറുകെ പിടിച്ചു. ബൈക്ക് മുന്നോട്ട് കുതിച്ചപ്പോഴേക്കും അവൾ ബാഗിൻ്റെ പിടി വിട്ടില്ല. അവൾ ബൈക്കിനൊപ്പം തന്നെ കുറച്ച് ദൂരം അങ്ങ് നിരങ്ങിപ്പോയി. ഒടുവിൽ ഗുണ്ട അവളുടെ വയ്യാത്ത കൈ പിടിച്ചങ്ങ് തിരിച്ച് ശക്തമായി തള്ളിയപ്പോൾ അവൾ റോഡിലേക്ക് അങ്ങ് തരിച്ചു വീണു. അവളുടെ നെറ്റി ഇങ്ങനെ റോഡിലിടിച്ച് പൊട്ടി ചോരയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും ബാഗൊക്കെ തട്ടിയെടുത്തുകൊണ്ട് തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവരങ്ങ് പാഞ്ഞു പോയി. നെറ്റിയിൽ നിന്നൊഴുക്കുന്ന ചോര വകവെക്കാതെ രേവതി എഴുന്നേറ്റ് ഓടാൻ നോക്കി. അയ്യോ എൻ്റെ പൈസ, എൻ്റെ ബാഗ്, കള്ളന്മാരെ പിടിക്കണേ, ആരെങ്കിലും ഉണ്ടോ അവിടെ? അവൾ ഉച്ചത്തിലിങ്ങനെ നിലവിളിച്ചു. അവളുടെ കരച്ചിൽ ആ വിജനമായ റോഡിലിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ റോഡിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. ദൈവമേ, എന്നോട് എന്തിനാ ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത്? ഞാൻ എന്തോരം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ പൈസ ഉണ്ടാക്കിയത്. എൻ്റെ അനിയത്തിക്കുട്ടി അവളുടെ കല്യാണത്തിന് വേണ്ടി ഒരുക്കി വെച്ച പൈസയല്ലേ അത്. ഞാൻ ഇനി അത് എന്ത് ചെയ്യും? ഞാൻ ആ ഹേമയുടെ മുന്നിൽ തോറ്റു പോകുമല്ലോ. അവരെന്നെ നോക്കി ചിരിക്കില്ലേ? രേവതിയുടെ ഹൃദയം പൊട്ടുന്ന വേദന ആ വാക്കിലുണ്ടായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ ആ ബാഗിനൊപ്പം അകന്നു പോകുന്നു എന്ന് രേവതി കരുതി. ഇതേ സമയം തൻ്റെ ഗുണ്ടകൾ പണവുമായി വരുന്നത് കാത്ത് ഹേമ വീട്ടിൽ നിന്നിങ്ങനെ മധുരം കഴിച്ചുകൊണ്ട് ആഘോഷിച്ചിരിക്കുകയാണ്. രേവതിയുടെ തകർച്ച അവൾക്ക് അത്രത്തോളം ആനന്ദം നൽകിയിരുന്നു. പണവുമായി അമിത വേഗത്തിൽ പാഞ്ഞു പോവുകയായിരുന്നു ഗുണ്ടകൾ. തങ്ങൾ ജയിക്കുന്ന അഹങ്കാരത്തിൽ അവരിങ്ങനെ പരസ്പരം നോക്കി ചിരിച്ചു. പക്ഷേ അവർക്ക് മുന്നിൽ കാത്തിരുന്നത് മറ്റൊരു വലിയ ട്വിസ്റ്റായിരുന്നു. പെട്ടെന്ന് തന്നെ റോഡിൻ്റെ നടുവിലേക്ക് ഒരു ജീപ്പ് ഇങ്ങനെ വട്ടം വെച്ച് നിന്നു. ഗുണ്ടകൾ ഞെട്ടി. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി ബ്രേക്ക് ചെയ്യാണ്. ജീപ്പിൽ നിന്നും ഇറങ്ങി വന്നത് ഈച്ചിയായിരുന്നു, സച്ചിയുടെ ഒറ്റ ചങ്ങാതി. സച്ചിക്ക് നേരത്തെ തന്നെ ചെറിയൊരു സംശയമുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു തുകയുമായി രേവതി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഹേമയോ ചന്ദ്രമതിയോ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുമെന്ന്. ആ കാര്യം അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ രേവതിക്ക് കാവലായി ഈച്ചയെ രഹസ്യമായി പറഞ്ഞു വിട്ടിരുന്നു. പക്ഷേ ഈച്ച മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. ജീപ്പിൽ നിന്നും ഗാംഭീര്യത്തോടെ മറ്റൊരാളും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നാട്ടിൽ നിന്നെത്തിയ അച്ചമ്മയായിരുന്നു. നല്ല അസൽ കരാട്ടക്കാരിയായ ആരെയും കൂസലില്ലാത്ത പ്രകൃതമായിരുന്നു അച്ചമ്മക്ക്. അച്ചമ്മ നാട്ടിൽ നിന്നും വിവരമറിഞ്ഞ സച്ചി ഈച്ചയെ അയച്ചിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടി അവർ ഗുണ്ടകളെ അങ്ങ് തടഞ്ഞത്. അച്ചമ്മയും ഈച്ചയും കൂടിയിട്ട്. ഗുണ്ടകൾക്ക് കാര്യം മനസ്സിലായില്ല. അവർ കത്തിയും വടിയുമായിട്ട് ഈച്ചയുടെ നേരങ്ങ് പാഞ്ഞെടുത്തു. പക്ഷേ അവർക്ക് തെറ്റി. അച്ചമ്മയുടെ ഒരു ഫ്ലൈയിങ് കിക്ക് കൃത്യം ഒരുത്തൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് കൊണ്ടത്. അവൻ മലർന്നടിച്ചങ്ങ് താഴേക്ക് വീണു. രണ്ടാമത്തവനെ ഈച്ചയും ചേർന്നങ്ങ് നേരിട്ടു. അച്ചമ്മയുടെ ഇടിയും ചവിട്ടും കിട്ടി ഗുണ്ടകൾ അങ്ങ് നിലവിളിച്ചു പോയി. എടാ കള്ള, എൻ്റെ രേവതി മോളുടെ പണം മോഷ്ടിച്ച് നിന്നെയും ഇതിന് കൂട്ടുനിന്ന് ഇവനെയൊക്കെ ഈ അച്ചമ്മ വെറുതെ വിടില്ലടാ, അച്ചമ്മ ഗർജിച്ചു. അങ്ങനെ അടി വാങ്ങിച്ച് അവശരായ ഗുണ്ടകൾ പണമടങ്ങിയ ബാഗ് അവിടെ തന്നെ ഇട്ട് ബൈക്കും കൊണ്ട് തിരിച്ച് ജീവനും കൊണ്ട് ഓടി. അച്ചമ്മ ആ ബാഗ് താഴെ നിന്നെടുത്തു. നെറ്റിയിൽ ചോരമായി കിതച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ രേവതി ഈ ഒരു കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നുപോയി. അവളുടെ മുന്നിൽ അച്ചമ്മ ഒരു രക്ഷകയെ പോലെ തന്നെ നിൽക്കുന്നു. അച്ചമ്മ സ്നേഹത്തോടു കൂടെ തന്നെ രേവതിയെ അടുത്തേക്ക് വന്ന് ആ ബാഗ് അവളുടെ കയ്യിലങ്ങ് വെച്ചു കൊടുത്തു. കരയാതിരിക്കുമോളെ, നിന്നെ തോൽപ്പിക്കാൻ ഈ അച്ചമ്മ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ആർക്കും കഴിയില്ല. നീ പോയി നിന്റെ വർക്ക് തുടങ്ങിക്കോ. അച്ചമ്മ അവളുടെ നെറ്റിയിലിങ്ങനെ ചോര തുടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. രേവതിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സങ്കടവും സന്തോഷവും അത്ഭുതവും എല്ലാം തന്നെ അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും വീണ്ടും കണ്ണീരായി പെയ്തിറങ്ങി. ഞാൻ തോറ്റിട്ടില്ല,
തൻ്റെ സ്വപ്നങ്ങൾക്ക് ഇനിയും ചിറകുകളുണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഹേമയുടെ കുതന്ത്രങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു. രേവതി അങ്ങനെ ആ ഒരു പണവുമായി പുതിയ വിജയഗാഥ രചിക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു. ചന്ദ്രോദയത്തിലും ഹേമയുടെ വീട്ടിലും വരാനിരിക്കുന്ന വലിയ ഭൂകമ്പങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. വരും ദിവസങ്ങളിൽ രേവതിയുടെ വിജയം അവർക്ക് വലിയൊരു തിരിച്ചടിയാവുമെന്ന് ഉറപ്പായിരിക്കും. അങ്ങനെ സത്യവും കഠിനാധ്വാനവും എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യാണ്. ചെമ്പനീർ പൂവിൽ അങ്ങനെ അച്ചമ്മ കാരണം രേവതിക്ക് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.